ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ? ഞാൻ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വഡോദര ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ട് കേരളത്തിലെ ആദ്യത്തെ ഒരു വ്ളോഗാണ് ആഫ്റ്റർ എ ലോങ് ടൈം. നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 6 ദിവസം, അതെ 6 ദിവസമായി. സോ ഈ 6 ദിവസവും അത്യാവശ്യം പണിത്തിരക്കുകളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ വ്ളോഗൊന്നും എടുത്തില്ല. ഇന്ന് ഒരു സൺഡേ ആണ്. സോ സൺഡേ നമുക്ക് കുറച്ച് പരിപാടീസ് ഉണ്ട്. വൈകുന്നേരം പുറത്തു പോകാൻ പ്ലാൻ ഉണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് കൊളപ്പുള്ളിയിൽ ഒരു പുതിയ മറൈൻ എക്സ്പോ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നവംബർ 30 മുതൽ ജനുവരി 4 വരെയാണ്. മെർമൈഡ് ഫിലിപ്പൈൻസ് ഷോ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മറൈൻ എക്സ്പോ. അല്ല, ഇതാരത്? ഞാൻ വഡോദര പോയപ്പോൾ ഇതുപോലത്തെ ഒരാളെ അവിടെയും കണ്ടു. അറിയില്ല. ഒരാഴ്ചക്കിടയിൽ നാട്ടിലും കണ്ടു. ഞാനറിയില്ലപ്പാ. മലക്കൊക്കെ പോയി എത്തി. അതെ, ശബരിമല യാത്രയും കഴിഞ്ഞിട്ട് മാമനും അമ്മായി എത്തിയിട്ടുണ്ട്. അങ്ങനെ ആ മീനിൻ്റെ വായൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അകത്തേക്ക് കയറി. ആദ്യം നമ്മൾ കണ്ടത് ഇതാ ഈ പുള്ളിനെയാണ്. എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഷെയ്ക്ക് ഹാൻഡ് കഴിഞ്ഞിട്ട് മൂപ്പര് തിരിഞ്ഞ് നടന്നു. അല്ല, ഇദ്ദേഹത്തിനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇവിടെ ബിഗ് ബോസിലെ സ്പൈക്കുട്ടനില്ലേ, സ്പൈക്കുട്ടൻ്റെ മറ്റൊരു അവതാരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് മത്സ്യങ്ങളുടെ ലോകത്തേക്ക് പോകാം. 110 രൂപയ്ക്ക് ആഴക്കടലിലെ മത്സ്യങ്ങളെയും മത്സ്യകന്യകമാരെയും കാണാം എന്നാണ് ഇവരുടെ ഒരു ടാഗ് ലൈൻ. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ കാണാൻ പറ്റുമെന്നല്ലേ. നമ്മുടെ യൂസഫ് വേണ്ട രാവിലെ സൈക്കിൾ മേൽ വെച്ച് നമ്മുടെ തലയ്ക്ക് മേലെ കൂടെ മീൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെസ്റ്റ് എടുക്കുക. ഇതെന്താ ഇതിന്റെ പേര് അറിയോ? പേരെവിടെയായിരിക്കും ഇത്? വേറെ എന്തായാലും കൊള്ളാം. മീനുകൾക്ക് ശേഷം നമ്മളിനിപ്പോൾ മത്സ്യകന്യകകളെയാണ് കാണാൻ പോകുന്നത്. മത്സ്യകന്യകകൾ അതെന്തായാലും വലിയൊരു കഴിവല്ലേ ആ സ്ത്രീ. സമ്മതിക്കണം അവരുടെ കഴിവ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ പഴയകാല മിഠായികളുടെയൊക്കെ സെക്ഷനാണ്. ഓൾഡ് ഈസ് ഗോൾഡ്. നമുക്ക് നല്ല നൊസ്റ്റാൾജിയ തരുന്ന നമ്മുടെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ മിഠായികളുടെ ലോകത്തേക്കും
അതുപോലെ തന്നെ മൈസൂർ ടേസ്റ്റ് പച്ചക്കറി ചിപ്സുകളും ഒന്ന് നോക്കിയാലോ. ഈ കൊല്ലത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷന് പോയപ്പോൾ ഇവരുടെ ഈ സ്റ്റാളുകൾ ഞാൻ കണ്ടായിരുന്നു. കുറേ പഴയ മിഠായികളൊക്കെ വാങ്ങിയായിരുന്നു. ഏതെടുത്താലും 20 രൂപയാണ്. പണ്ട് നമ്മൾ 50 പൈസയ്ക്കും 1 രൂപയ്ക്കൊക്കെ വാങ്ങിയിരുന്ന ചില മിഠായികളൊക്കെ പതിയെ കാണാതായി പോയല്ലേ. ആ മിഠായികളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഞാനൊരു ഓട്ടപ്രദർശനം നടത്തി. ഒന്നും വാങ്ങുന്നൊന്നുമില്ല, എന്നാലും ചുറ്റി കണ്ടുമില്ല. പിന്നെ പലതരത്തിലുള്ള ചെടികളുടെ വിത്ത്, ഇതൊന്നും എൻ്റെ ഏരിയയിലല്ല, അതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ ഒന്ന് നോക്കി കണ്ടൊക്കെ ഏതോ 1-2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറുകൾ, നല്ല രാജസ്ഥാനി അച്ചാർ. ആ ഹോളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു തമിഴ്നാടൻ ബസ് ശ്രദ്ധിച്ചത്. എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുറത്ത് നല്ല ബജ്ജിയൊക്കെ കിട്ടുന്ന കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡിന്നറിന് വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. കാണുമ്പോൾ നമ്മുടെ തന്നെ വയറിളകണോ, അപ്പോൾ അല്ല തല ഇളകണോ, സോറി വയറിളകണമെന്ന് പറയുന്നത്. ദൈവമേ, ഇതിലൊക്കെ കയറാൻ ഒരു സ്കില്ല് വേണം, അത് തൽക്കാലം നമുക്കില്ല. തൽക്കാലം എൻ്റെ മനക്കരുത്തൊക്കെ വെച്ച് കയറാൻ പറ്റിയ ഒന്ന് ഇതാണ്. പക്ഷേ ഇതിൽ കയറണമെങ്കിൽ കുട്ടികളാരെങ്കിലും കൂടെ വേണം. നമ്മുടെ കൂട്ടത്തിൽ കുട്ടികളാരും ഇല്ലല്ലോ. 2026 ജനുവരി 4 വരെയാണ് ഈ എക്സ്പോ ഇവിടെ ഉണ്ടാവുക കൊളപ്പുള്ളിയിൽ. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും കുഞ്ഞിപ്പിള്ളേർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിള്ളേർ വരുമ്പോൾ കൂട്ടത്തിൽ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ വരുമല്ലോ. അത് തന്നെയാണ് അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രവും, തെറ്റ് പറയാൻ പറ്റില്ല. 110 രൂപയ്ക്ക് വളരെ വർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ജയൻറ്റ് വീലാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ദൂരെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇവിടുത്തെ ടൈമിങ്സ് വരുന്നത് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങായി. കുട്ടികൾക്ക് പ്രത്യേകിച്ച് 100 രൂപയ്ക്ക് വറുത്തല്ലേ? 100 രൂപയ്ക്ക് വറുത്താണ്. 110 രൂപ. 110 രൂപ, സോറി, GST ഉണ്ട്. 110 രൂപ കേട്ടോ. കുളപ്പുള്ളിയിലെ മറൈൻ എക്സ്പോ കണ്ടിട്ട് നമ്മൾ നേരെ വന്നത് ചെറുതുരുത്തിയിലുള്ള ദ റിവർ റിട്രീറ്റിലാണ്. ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഇവിടെയാണ്. വഡോദരയിൽ പോയപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫുഡ് സ്പോട്ടുകളിൽ പോയെങ്കിലും അമ്മാവനും അമ്മായും ഞങ്ങളോടൊപ്പം സുർത്തി ഫാൻസി ദോശയിൽ മാത്രമാണ് ജോയിൻ ചെയ്തത്. കാരണം ശബരിമലയ്ക്ക് പോകാനുള്ള വ്രതമുള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം ഉറപ്പിച്ചതാണ്, ഒരു മലയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം നാട്ടിലെത്തിയിട്ട് നമ്മളെല്ലാവരും കൂടി എങ്ങോട്ടെങ്കിലും പോകുമെന്ന്. ഹണി ചില്ലി പൊട്ടാറ്റോ സ്റ്റാർട്ടേഴ്സാണ് ആദ്യമായിട്ട് നമ്മുടെ ടേബിളിലേക്ക് എത്തിയത്. അമ്മാവനും അമ്മായും വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി ഞാനും ഒരു വെജിറ്റേറിയൻ ആയേക്കാം. ഇവിടെ മുമ്പ് ഞങ്ങൾ 2 തവണ വന്നതും ലഞ്ചിനായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ഡിന്നർ എക്സ്പീരിയൻസ് റിവർ റിട്രീറ്റിൽ അറിയുന്നത്. സ്റ്റാർട്ടേഴ്സിന് തൊട്ട് പിന്നാലെ വന്നത് നല്ല ടൊമാറ്റോ ക്രീമി സൂപ്പാണ്. പിന്നെ പനീർ വന്നു. പനീറിനോടൊപ്പം കഴിക്കാൻ ചപ്പാത്തിയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടി ഒരു മിക്സഡ് വെജിറ്റബിൾ കറിയും അങ്ങോട്ട് ആയിക്കോട്ടെ. എന്നാൽ പിന്നെ ഒരു ജീര റൈസും കൂടി കഴിച്ചേക്കാം. തൽക്കാലം ഇവിടുന്ന് ഡെസേർട്ടൊന്നും കഴിക്കുന്നില്ല, കാരണം ഡെസേർട്ടിന് വേണ്ടി മാത്രം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നല്ലൊരു ഡിന്നർ എക്സ്പീരിയൻസ് വീണ്ടും നമ്മുടെ റിവർ റിട്രീറ്റിൽ വന്നിട്ട് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടില്ല. നമുക്കിനി ഒരു സ്പോട്ടിലും കൂടി പോകാനുണ്ട്. അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം എവിടെയാണ്. ചെറുതുരുത്തിൽ നിന്നും കുട്ടാപ്പി നമ്മളെ സേഫായിട്ട് എത്തിച്ചിരിക്കുന്നത് വീണ്ടും കൊളപ്പുള്ളിയിലാണ്. ഇവിടെ പുതുതായിട്ട് ആരംഭിച്ച അനന്തപുരി ബോളിയും പായസവും കഴിക്കാൻ. അങ്ങ് തെക്കോട്ടുള്ള സദ്യകളിലൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ബോളിയും പായസവും. അത് നമ്മുടെ കൊളപ്പുള്ളിയിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പായസപ്രിയനായിട്ടുള്ള എൻ്റെ ഉണ്ണിമാമയ്ക്ക് ഈ ഒരു ബോളി പായസം കോംബോ എങ്ങനെയുണ്ടെന്നൊന്ന് അറിയിച്ചു കൊടുക്കാമെന്ന് കരുതി. പക്ഷേ പാലടയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതെങ്കിലും കിട്ടിയത് സേമിയ പായസമാണ്.
എടുത്തോളൂ. എന്നിട്ട് ആ മറ്റേ ഇതില്ലേ അവരുടെ മേലുള്ള ഇത് കഴിക്കാനാ? അതും അതിന്റെ മേലെ ഇട്ടിട്ട് ഇതാണോ കഴിച്ചു? എന്നിട്ട് അതൊക്കെ കൂടി ചേർത്തിട്ടൊന്ന് പിടിച്ചു നോക്കും. ഇതിനെ പൊടിച്ച് കഴിക്കുക. എക്സ്പ്രഷൻ എടുത്തിട്ട് വേണം ഇതിനെ പൊടിച്ച് കഴിക്കുക. അവരാദ്യമായിട്ടാണ്. ട്രിവാൻഡ്രാണോ വീട്? നല്ലതല്ലേ? നമുക്ക് ഇഷ്ടമായ ഇത് അവിടുന്ന് സദ്യയിലൊക്കെ ഒരു ഐറ്റമാണ് ബോളി പായസം. ഇതും കിട്ടും, പാലടയും കിട്ടും. പിന്നെ ഞാൻ കഴിച്ചോളാം. അമ്മായിയുടെ എക്സ്പ്രഷൻ ഹെവി അല്ല. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഭക്തിഗാനം വെച്ചതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടുമെന്തോ. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ആ ബൂന്തിയും പായസവും പിന്നെ ബോളിയും ചേർത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. കാറ്റ് നല്ല ശക്തിയിൽ വീശുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ വോയിസ് ഓവർ മതി. തിരുവനന്തപുരത്തുള്ള എൻ്റെ ആരതി ചേച്ചിയാണ് എനിക്ക് ആദ്യമായിട്ട് ബോളി എത്തിച്ചു തന്നത്. അത് നമ്മുടെ വാടനാംകുറിശ്ശിയിലെ നമ്പൂതിരീസിൻ്റെ പായസവും കൂട്ടിയിട്ട് ഞാൻ 2021 തോന്നുന്നു ആ ഒരു കോമ്പിനേഷൻ ആദ്യമായി ട്രൈ ചെയ്ത്. പിന്നീട് തിരുവനന്തപുരത്ത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനടുത്തുള്ള മഹാബോളിയിൽ പോയിട്ടും അത് ട്രൈ ചെയ്തു. അതൊരു അൾട്ടിമേറ്റ് കോമ്പിനേഷനായിരുന്നു. അതിൻ്റെയൊക്കെ ഏതാണ്ട് അടുത്തെത്തുന്ന വിധത്തിൽ തന്നെയാണ് ഈ അനന്തപുരി ബോളിയും പായസത്തിലെയും ടേസ്റ്റ്. പക്ഷേ എനിക്ക് പാലട പായസത്തിൻ്റെ കൂടെ ബോളി കൂട്ടുമ്പോഴാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇന്നിപ്പോൾ പാലട പായസം സ്റ്റോക്ക് ഔട്ടായിരുന്നു, അതുകൊണ്ട് സേമിയ മതി. സമയം 10 മണിയായേ. ആക്ച്വലി ഇവർ കട ക്ലോസ് ചെയ്യാനുള്ള ടൈമായി. പക്ഷേ ഇതിൻ്റെ ഓണറായിട്ടുള്ള വിഷ്ണു ബ്രോനെ ഞാൻ വിളിച്ചിട്ട് കുറച്ച് സമയത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യിച്ചതാണ്. അപ്പോൾ ഇവിടെ പായസവും ബോളിയും മാത്രമല്ല, നല്ല ഹണി കിട്ടും, അതുപോലെ ചോക്ലേറ്റ് അവിൽ മിൽക്ക് മിക്സ്, കുട്ടനാടൻ ഷാപ്പ് കറിക്കൂട്ട് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. അതിനും പുറമെ പല തരത്തിലുള്ള വെറൈറ്റി പായസം മിക്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷനും അതുപോലെ വിഷ്ണു ബ്രോൻ്റെ കോൺടാക്റ്റ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സമയം ഏതാണ്ട് 10:45 ഞങ്ങളൊന്ന് വീട് പിടിക്കാൻ നോക്കട്ടെ. അങ്ങനെ ക്രിസ്മസിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റാറൊക്കെ തൂക്കി റെഡി ആയിരിക്കുകയാണ് ഗൈസ്. സാന്റാക്ലോസിനെയും ക്രിസ്മസ് പപ്പ രണ്ടും തന്നെയാണല്ലേ, സാന്റാക്ലോസിനെ വരവേൽക്കാൻ. അപ്പോൾ ഇന്നത്തെ പരിപാടീസ് എല്ലാം തന്നെ ലാസ്റ്റ് മിനിറ്റ് പ്ലാനിങ് ആയിരുന്നു. ഞാൻ ആദ്യം ആര്യങ്കാവിൽ പോയിരുന്നു കേട്ടോ. പിന്നെ നമ്മളതൊരു അമ്പലം ബ്ലോഗായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് മറൈൻ എക്സ്പോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ആര്യങ്കാവ് പോയി, ഞങ്ങൾ അവിടെ നിന്ന് മറൈൻ എക്സ്പോ പോയി, അവിടെ നിന്ന് പിന്നെ റിവർ റിട്രീറ്റ് പോയി ഡിന്നർ കഴിച്ചു. അതും കഴിഞ്ഞ് അനന്തപുരി ബോളി ആൻഡ് പാലട പായസമാണ് ഉദ്ദേശിച്ചത്, പക്ഷേ സേമിയ പായസമാണ് കിട്ടിയത്. ആ ചേട്ടൻ പറഞ്ഞത് പാലട ഇന്ന് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നു, വേറൊരു ദിവസം പാലടയും ബോളിയും കഴിക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോവാം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഷൊർണൂരിൽ കുളപ്പുളിയിൽ ഒരു പായസം ബോളി സ്റ്റോർ തുടങ്ങിയിരിക്കുകയല്ലേ. ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട് വായിൽ. ഓക്കെ, സോ ഇന്നത്തെ പരിപാടീസൊക്കെ ഉഷാറായി, എല്ലാവരും ഹാപ്പിയായി, എല്ലാവരും ഉറങ്ങി. ഞാൻ മാത്രമേ ഉറങ്ങാത്തുള്ളൂ. എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും പരിപാടീസൊക്കെ ഉണ്ട്. 3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ രവിയുടെ കല്യാണമാണ് ഗൈസ്. സോ എറണാകുളത്തേക്ക് പോകണം. അതായിരിക്കും മിക്കവാറും അടുത്ത വ്ളോഗ്. സോ ആ വ്ളോഗുമായി വരാം. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാലോ? പതിവ് പോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ 25K ഒന്ന് എത്തിക്കുക. അപ്പോൾ നമുക്ക് രവിബായുടെ കല്യാണ വ്ളോഗുമായി വരാം. ബൈ.